സ്വിറ്റ്സർലാൻഡ് വഴി ഇറ്റാലിക്കൊരു യാത്ര. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജർമ്മനിയിൽ നിന്നും ലോഡ് കയറ്റി ഭൂമിയിലെ സ്വർഗം എന്ന് അറിയപ്പെടുന്ന സ്വിറ്റ്സർലാൻഡിലെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ഡ്രൈവ് ചെയ്ത് ഇറ്റലിക്ക് പോവുകയായിരുന്നു. മഞ്ഞ് മൂടിയ മലനിരകളും പച്ചപ്പുള്ള താഴ്വരകളും ചേർന്ന പ്രകൃതിയിലെ മേജിക് ആസ്വദിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹായ്, ഐ ആം ശ്യാംലാൽ. വെൽക്കം ടു മൈ വ്ളോഗ്. കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയിൽ സ്വിറ്റ്സർലാൻഡിലെ പോലീസ് കൺട്രോൾ നൈസിലൊന്ന് പൊക്കി. വണ്ടിയുടെ ഡോക്യുമെന്റ്സ്, എൻ്റെ ഡോക്യുമെന്റ്സ്, വണ്ടിയിലെ ലോഡ് സെക്യൂർ ആണോ എന്നുള്ള കാര്യങ്ങൾ, ലൈറ്റ്, ടയറ്, വണ്ടിയുടെ A to Z കാര്യങ്ങൾ ചെക്ക് ചെയ്തു. ഏറ്റവും കൂടുതൽ ഫൈന് തരാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഈ ടാക്കോ എന്ന് പറയുന്നത്. വാലേഷനൊന്നും ഇല്ലെങ്കിലും ടാക്കോ ചെക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ പാതി ജീവൻ പോയിണ്ടായി. ടാക്കോലൊന്നും വാലേഷനൊന്നുമില്ല, വെരികൂട്ടെല്ലാം പറഞ്ഞ് ഒരു കോഫി എല്ലാം തന്നു. അതിനുശേഷം എൻ്റെ ഫ്രണ്ട് കോർണർ ഭാഗത്തുള്ള മിററിന് ചെറിയൊരു പൊട്ടുണ്ടായിരുന്നു. ആ കാരണം പറഞ്ഞുകൊണ്ട് ഒരു €730 ഫൈൻ അടിച്ചു തന്നു. അതായത് നാട്ടിലത്തെ 73,000 രൂപ ഫൈൻ അടിച്ചു തന്നു. ഈ കംപ്ലൈൻറ്റ് മുമ്പേ ഞാൻ കമ്പനീനെ വിളിച്ച് ഇൻഫോം ചെയ്തതുകൊണ്ട് ഈ ഫൈന് കമ്പനി അടച്ചോളും എന്നാണ് എന്നോട് പറഞ്ഞത്. സ്വിറ്റ്സർലാൻഡ് യൂറോപ്പിലെ ഏറ്റവും ചെലവേറിയ രാജ്യങ്ങളിലൊന്നാണ്. കൂടാതെ ഫൈനുകളും വളരെ കർശനമാണ്. സ്പീഡ് ലിമിറ്റ് കടന്നാൽ ചെറിയ ഓവർ സ്പീഡിന് പോലും വലിയ ഫൈന് കിട്ടാൻ സാധ്യതയുണ്ട്. ഫൈന് നിങ്ങളുടെ ശമ്പളത്തെ അടിസ്ഥാനമാക്കി പോലും കണക്കാക്കുന്ന കേസുകൾ ഉണ്ടായേക്കാം.